ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നപ്പോൾ പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചാൽ വന്ന് സ്റ്റിക്കേഴ്സിൻ്റെയും കുറച്ച് കാർഡിൻ്റെയും കുറച്ച് കളക്ഷൻ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു സ്റ്റിക്കർ കളക്ഷനാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി എൻ്റെ അല്ല, എൻ്റെ ചേട്ടനാണ് സ്റ്റിക്കറൊക്കെ കളക്ട് ചെയ്ത് വയ്ക്കുന്നത് മെയിനായിട്ട്. ഞാൻ സ്റ്റിക്കർ കിട്ടിയാൽ അപ്പോൾ തന്നെ ഒട്ടിച്ച് തീർക്കലാണ് എൻ്റെ പണി. അതുകൊണ്ട് ഞാൻ അങ്ങനെ കളക്ട് ചെയ്ത് വയ്ക്കാറില്ല. അപ്പോൾ ഇതൊക്കെ ചേട്ടൻ കളക്ട് ചെയ്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിൽ തന്നെ ഞാൻ ജസ്റ്റ് ബൈക്ക്, കാറുകൾ, സംഭവങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അതിൽ തന്നെ ഒരു പ്ലെയിനാണിത്. പിന്നെ അതുപോലെ തന്നെ ഒരു ബൈക്കാണിത്. ഇതൊക്കെ ബാലഭൂമിയിൽ ബാലമേലൊക്കെ കിട്ടിയതാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു മെക്ലാരൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പോർഷെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പെഗാനി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ബൈക്ക് ഒരു ദുക്കാട്ടി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതേതൊക്കെ അത് സ്പൈക്കർ കൊണ്ട് കാറാണ്, എനിക്കങ്ങനെ അറിയില്ല. പിന്നെ നമുക്ക് KTMൻ്റെ ഒരു ബൈക്ക് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബെൻസിൻ്റെ ഒരു കാറ്, മെഴ്സിഡീസ് ബെൻസ്. പിന്നെ അതുപോലെ തന്നെ BMW S1000, ഇതൊക്കെ സ്റ്റിക്കേഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ കവാസക്കി C750R. പിന്നെ അതുപോലെ തന്നെ സുസുക്കി VZR 1800, ഈ മോഡൽ എനിക്ക് അധികം അറിയില്ല. പിന്നെ അതുപോലെ ഇതൊക്കെ ബാലമേടയാണ്. ഇത് രണ്ട് ബൈക്കുകളാണ്. ഇതാ മോഡൽ CBRഉം നിഞ്ചയാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ബൈക്കാണിത്, തണ്ടർബേർഡാണിത്, ട്രയംഫിൻ്റെ. പിന്നെ കോനിസെഗ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാറാണ് കോനിസെഗ്. പിന്നെ ബെൻറ്റൻ്റെ കാണിച്ചത്, ബെൻറ്റൻ്റെ കുറേ ഉണ്ട്. ഇതുണ്ട്. നമ്മൾ പണ്ട് എപ്പോഴും കണ്ടിരുന്ന ഒരു കാർട്ടൂണാണ് ബെൻറ്റൻ. ഇപ്പോൾ അങ്ങനെ അധികം കാണാറില്ല. ബെൻറ്റൻ്റെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതൊക്കെ ബെൻറ്റൻ്റെ സ്റ്റിക്കേഴ്സ്. പിന്നെ അതുപോലെ ബെൻറ്റൻ്റെ ഇങ്ങനെ വലിയ സ്റ്റിക്കറിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബൈക്കുകളിൽ ഉണ്ട്, അതിൽ കുറച്ച് നമ്മൾ എടുത്തു. പിന്നെ അതേപോലെ സെയിം തന്നെ ഡ്രാഗൺ ബോൾസിൻ്റെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പണ്ട് വാങ്ങിച്ച് സ്റ്റോക്ക് വെച്ചേക്കുന്നതാണ്, നമ്മളങ്ങനെ എടുക്കാണ്ട്. പിന്നെ വേറെ കുറച്ച് സ്റ്റിക്കേഴ്സുള്ള ഇതാണ്. ഇതൊക്കെ ബാലഭൂമിയിൽ ഫ്രീ കിട്ടുന്നതാണ്, നമ്മുടെ ഷിപ്പ്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചതാണ്, ആംഗ്രി ബേർഡ്സ്. പിന്നെ അതുപോലെ തന്നെ ജീനി, അലാദീൻ. പിന്നെ അതുപോലെ തന്നെ ബാലഭൂമിയുടെ ഒരു സ്പെഷ്യൽ ഓണത്തിൻ്റെ സ്റ്റിക്കർ. പിന്നെ ബെൻറ്റൻ്റെ തന്നെയാണ്. പിന്നെ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ, അല്ലോജിൻ്റെ ഒരു സ്റ്റിക്കർ. പിന്നെ അതുപോലെ തന്നെ ചോട്ടാ ഭീം, ഹീമാൻ. പിന്നെ ബാലഭൂമിയുടെ ഇൻഡിപെൻഡൻസ് ഡേയാണെന്ന് തോന്നുന്നു. പിന്നെ ടോം ആൻഡ് ജെറി. ഇത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. പിന്നെ ഇത് ജവഹർലാൽ നെഹ്റു. പിന്നെ ക്രിക്കറ്റിൻ്റെ, പിന്നെ കൃഷിൻ്റെ സ്റ്റിക്കർ. പിന്നെ അതുപോലെ തന്നെ ഇത് പ്ലെയിനാണ്. പിന്നെ ബാലമേലത്തെ ക്യാരക്ടേഴ്സ്. പിന്നെ ഇങ്ങനത്തെ. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞാൽ ഫ്രൂട്ട്സിൻ്റെ. അപ്പോൾ ഇത്രയാണുള്ളത് ഇതിൽ സ്റ്റിക്കേഴ്സ്. ഇത് പിന്നെ ഏതോ മിഠായി കണ്ട് വാങ്ങിച്ചപ്പോൾ കുറേ ഇങ്ങനെ സ്റ്റിക്കറുകൾ കിട്ടിയതാണ്. ഇത് എന്തിൻ്റെയാണ് എനിക്ക് ഓർമ്മയില്ല, മിഠായിയോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തോ വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഈ കാർഡുകൾ ഞാൻ കാണിച്ചത്. ഇത് ബൂസ്റ്റിൻ്റെ സ്പെഷ്യൽ എഡിഷൻ, നമ്മുടെ സച്ചിൻ്റെ കളക്ഷനാണ്. ഇതേപോലെ ഇത് മൊത്തം കാർഡുകളാണ്. ഇങ്ങനെ 3 സെറ്റ് കാർഡുകളുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു സെറ്റ് ഉണ്ട്, ഇതും സച്ചിൻ്റെ തന്നെയാണ്. ഇതേപോലെ ഇത് നമുക്ക് ബൂസ്റ്റ് വാങ്ങിച്ചപ്പോൾ ഫ്രീ കിട്ടിയാൽ തോന്നുന്നു. ഇതിൻ്റെ ഇതേപോലെ കാർഡിൻ്റെ സെറ്റ് ഉണ്ട്. ഇതിൽ 4 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ബൂസ്റ്റിൻ്റെ സംഭവം. പിന്നെ ഇതിൽ കുറച്ച് മിക്സഡ് കാർഡ്സ് ഉണ്ട്, ഡോറ, WWE. പിന്നെ അങ്ങനെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ആംഗ്രി ബേർഡ്സിൻ്റെ ഒരു കാർഡ് സെറ്റ് ഉണ്ട്, WWEയുടെ വേറെ ഒരു കാർഡ് സെറ്റ് ഉണ്ട്, ബെൻറ്റൻ്റെ ഒരു കാർഡ് സെറ്റ് ഉണ്ട്. പിന്നെ WWEയുടെ വലിയ കാർഡിൻ്റെ സെറ്റ് ഉണ്ട്. ഇത് ബാലഭൂമി ബാലമേല കിട്ടുന്ന ക്രിക്കറ്റ് കാർഡുകളാണ്. ഇതും വേറെ ക്രിക്കറ്റ് കാർഡ് നമ്മൾ വാങ്ങിച്ചതാണ്. ഇതും ബാലഭൂമിയിലൊക്കെ കിട്ടുന്നത്. ഇതൊക്കെ എല്ലാം മിക്സഡ് ആയിട്ട് ഇരിക്കുന്നതാണ് ഇതൊക്കെ. പിന്നെ വേറെ കുറച്ച് സ്പെഷ്യൽ കാർഡുകളുണ്ട്. ഇതും നമുക്ക് ഏതോ വാങ്ങിച്ചപ്പോൾ കിട്ടിയാന്ന് തോന്നുന്നു, എന്തോ വാങ്ങിച്ചപ്പോൾ. അപ്പോൾ ഇത് സ്പെഷ്യൽ കാർഡുകളാണിത്. 1, 2, പിന്നെ അതുപോലെ തന്നെ 3 എണ്ണമുള്ളൂ. പിന്നെ ജെംസിൻ്റെ കൂടെ കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചാണ്. 2-3 എണ്ണം ഉണ്ട്. പിന്നെ ബെൻറ്റൻ്റെ ഒരു സ്പെഷ്യൽ കാർഡ് ഉണ്ട്, ഇത് ബൂം, അത് വാങ്ങിച്ച പറ്റിയാണ്. പിന്നെ ഇതും ജെംസിൻ്റെ ഒപ്പമുള്ള സംഭവം. പിന്നെ ക്രിക്കറ്റിൻ്റെ തന്നെ സ്റ്റിക്കേഴ്സ് സംഭവങ്ങളൊക്കെയാണിത്. അപ്പോൾ എന്നാലും ഇത്രത്തോളം നമ്മുടെ ഇന്നത്തെ ഒരു കാർഡ് കളക്ഷൻ വീഡിയോ.